ഹായ്. സോ നമ്മള് ബീസ്റ്റിന്റെ വീഡിയോ ആയിട്ടാണ്, റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ ഇറങ്ങിയിട്ടില്ല. അപ്പൊ നമ്മള് വീഡിയോ വരാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. മനസ്സിലായിട്ട് ഇപ്പൊ എത്ര സമയമായത്? 5:55 ആയിട്ടുണ്ട്. നമ്മള് എന്താ പറയാ, കുറച്ച് ദിവസം ആയില്ലേ ബീസ്റ്റിന്റെ അപ്ഡേറ്റ്. നമ്മള് ഈ നിങ്ങളെ പോലെ തന്നെ അതിനേക്കാൾ ആവേശത്തോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം വെയിറ്റ് ചെയ്യുന്ന കാരണം എന്താ പറയുക, നമ്മുടെ വിജയണ്ണന്റെ വോയിസ്, പിന്നെ അതുപോലെ ഡാൻസ് എങ്ങനെ വരും. എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയാ, വിജയ് സാർ ഓൾറെഡി പാടിയിട്ടൊക്കെ ഉണ്ടല്ലോ. അതെ, കുറെ പാടിയിട്ടുണ്ട്. അപ്പൊ അത് കൂടാണ്ട് എല്ലാരോടും ഒരുമിച്ചിട്ട് ഒരു പാട്ടാണ് ഇതിനകത്ത്. എല്ലാരും കൂടെ ഒരു ഫെസ്റ്റിവൽ മൂഡ്. കഴിഞ്ഞതിനകത്ത് എന്താ പറയാ, നമുക്ക് ഡാൻസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഡാൻസിന്റെ ആ ഒരു സ്റ്റെപ്പ് മൂവ്മെന്റ് ഒക്കെ നമുക്ക് അറിയാം. അപ്പൊ എല്ലാം ട്രെൻഡിങ് ആണ്, എപ്പോഴും ട്രെൻഡിങ് തന്നെയാണ്. ആ ട്രെൻഡിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയണ്ടല്ലേ. അതെ, അതിന് എത്രത്തോളം ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അതായിരിക്കും എല്ലാരും നോക്കി നിൽക്കുന്ന ഒരു സംഭവം. അപ്പൊ എന്തായാലും പേരെന്തായിരുന്നു? ജോളി ഓ ജിംഖാന. ജോളി ടു ജോളി ഓ ജിംഖാന. ജോളി ഓ ജിംഖാന എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതായത് ജോളി മീൻസ് ജോളി അല്ലേ? ഓ ജോളി ഓ ജിംഖാന അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ജിംഖാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിമ്മല്ല, ഓടത് ജിംഖാനയോ ഖാന നഹി നഹി എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ സംഭവം. എന്തായാലും ബാക്കി നോക്കാം. ഇനിയിപ്പോ സൺ ടി വി ആണ് നോക്കേണ്ടത്. സൺ ടി വിന്റെ തുറന്ന് നോക്കിക്കോളൂ എങ്ങനെയാ വരുന്നത്. വെയിറ്റിംഗ് വായോ. ഇല്ല, 57 ആയി. ഇത് വെയിറ്റ് ചെയ്ത് വരുമ്പോ സാധനം വരുന്നില്ലല്ലോ. കൗണ്ട് ഡൗൺ. നിൽക്കുമ്പോഴാ വരാത്തത്. അതെ, അല്ലെങ്കിൽ നേരത്തെ നമ്മള് വല്ല ചന്തയിലാ, നമ്മള് വല്ല ചന്തയിലും മറ്റേ വെല്ലടത്തൊക്കെ നിക്കുന്ന സമയത്താണെങ്കിൽ അപ്പൊ നോട്ടിഫിക്കേഷൻ വരും, ആയി പുതിയ സോങ്. അപ്പൊ നമ്മളെങ്ങനെയാ ചാടി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോ യെസ്, 6 മണിയായി. ഓപ്പൺ ആക്ക്. ഓപ്പണിലുള്ളത് എത്തിയില്ലേ? എട്ടില്ലേ? ശരിയാ, ഇവന്മാർ നമ്മളെ പറ്റിച്ചാ. ഒന്ന് ബാക്ക് അടിച്ചു നോക്ക്. നമ്മള് 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എന്നാലും സൺ ടി വി 6 മണിക്ക് അല്ല 6 മണിക്ക് പറഞ്ഞ സാധനം എത്തിയത് 6:15. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമ്മള് ഓവറായിട്ട് പറയുന്നില്ല, നമുക്ക് സ്ട്രീം ചെയ്യാന്ന് വിചാരിച്ചാണ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പൂജ ഹെഗ്ഡേ. ഇതാ ട്രെൻഡ്. വിജയ് സാറിന്റെ പണിയാണ് വോയിസ്. സ്റ്റെപ്പ് നോക്കണ്ട, മറ്റേ സ്റ്റെപ്പിന്റെ ഏകദേശം ചെറിയൊരു അതിനകത്ത് ഇവരൊക്കെ
മൊത്തത്തിലൊരു ബീച്ച്, ഒരു ബീച്ച് മോഡാണ് ഫുള്ള്. ഇഷ്ടപ്പെട്ടോ? ഇതല്ലേ അതിന്റെ പൂജയുടെ ഒരു ക്യൂട്ട്നെസ്. ജാനി മാസ്റ്റർ ആ വരിയാണ് മെയിൻ ആയിട്ടല്ലേ അനിരുദ്ധിന്റെ സോങ്സിന്റെ പ്രത്യേകത അതാണ്. ഒരു വരി ആ ഒരു വരി എന്ന് പറയുന്നത് ഭയങ്കര ക്യാച്ചി അടിച്ച സംഭവം അല്ലേ? അതെ, അത് നമ്മൾ അങ്ങോട്ട് പിടിച്ചോണ്ടോ, അതായിരിക്കും നമ്മൾ റിപ്പീറ്റ് അടിച്ച് പാടിക്കൊണ്ടിരിക്കുക. മറ്റേ അൽമത്തി ഹബീബോ പോലെ തന്നെ ഉള്ള ആ ഒരു ഇതാണ്. അപ്പൊ ഈ സോങ്ങിന്റെ ഒരു മൂഡ് എന്ന് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ആ ഒരു വൈബാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. ആ ഒരു ബീച്ച് വൈബ് സംഭവങ്ങള്, ഒരു കാം, ഒരു കൂൾ ടൈപ്പ് ഓഫ് ഇതാണ് കാണിക്കുന്നത്. നമ്മള് മറ്റേ അൽമത്തി ഹബീബിനകത്ത് കുറച്ചും കൂടി ഒരു ഹൈയാ പോയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇതിനകത്തൊരു ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്നതാണ്. വിഷ്വല് നന്നായിരിക്കും എന്തായാലും കാണാനായിട്ട്. ഗോവയിലെ ബീച്ചൊക്കെ പോലെ അല്ലേ? ഗോവയിലെ ബീച്ച്, ഗോവയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് സ്ഥലങ്ങളായിരിക്കും, ഫോറിൻ കൺട്രീസിലായിരിക്കാം ചിലപ്പോൾ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉള്ള സോങ് ആണ്. പക്ഷെ എന്തായാലും സോങ്ങിന്റെ ആ ഒരു ഫുൾ കളർഫുൾ ആണ് സംഭവം. പിന്നെ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ജാനി മാസ്റ്റർ, ഓക്കെ, കൊറിയോഗ്രാഫി, പ്രത്യേകിച്ച് നമ്മൾക്ക് സ്റ്റെപ്സ് ഒക്കെ എപ്പോഴും ട്രെൻഡിങ് ആണ്. മറ്റേ പാട്ട് തന്നെ അതിനകത്ത് സ്റ്റെപ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല ട്രെൻഡിങ് ആണ്. അപ്പൊ ഇതും ഇനിയിപ്പോ ട്രെൻഡിങ്ങിൽ വരാൻ പോകുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്റ്റെപ്പ് ഒക്കെ. അണ്ണന്റെ വോയിസും പിന്നെ പറയണ്ട അല്ലേ? വിജയ് സാറിന്റെ വോയിസ്, അതായത് ഇങ്ങനെ ചെറിയൊരു ഹസ്കി ആയിട്ടാണ്, കുറച്ചൊരു ഹസ്കി ആയിട്ടുള്ള ആ ഒരു ഇത് ഈ ഒരു ഇതിനോട് യോജിച്ച് തന്നെ പോകുന്നുണ്ട്. ജോലിയോ ജിംഖാന എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ, ജോലിയോ ജിംഖാന എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അപ്പൊ എന്തായാലും പൊളിയായിരുന്നു. അതെ, പിന്നെ പറയാനുള്ളത് പൂജ സ്ക്രീനിൽ വന്നിരിക്കുന്നത്. പൂജയുടെ ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു അല്ലേ? ഭയങ്കര മൊത്തത്തിൽ ആ പാട്ടിൽ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, ഫുൾ ക്യൂട്ട്നെസ് ആണ്. അപ്പൊ പൂജയുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അറിയാൻ വിട്ട അതിനകത്താണെങ്കിലും പ്രത്യേകിച്ച് അതിനകത്ത് ഡാൻസ് കൂടുതലും ചെയ്യുന്ന അല്ലു അർജുൻ ആണെന്നുണ്ടെങ്കിലും സൈഡിൽ നിന്നിട്ട് ഏറ്റവും ക്യൂട്ടായിട്ട് നമ്മൾ അത്രയും ഒരു അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാൻസിൽ ചിലപ്പോൾ ശ്രദ്ധിക്കുന്ന വിജയ് സാറിനെ ആയിരിക്കും, പക്ഷെ അതിനകത്ത് വിജയ് സാർ തന്നെയാണ്. പിന്നെ പക്ഷെ അതിനകത്ത് ടോട്ടൽ ഓവറോൾ ഒരു ബ്യൂട്ടി വെച്ച് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൂജ തന്നെ സ്ക്രീൻ എന്തായാലും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അനിരുദ്ധ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, പൊളിയാണ്, മാസാണ്. അപ്പൊ എന്തായാലും 3 പേരെ അവസാനം സ്ക്രീനിലും കാണിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ പാട്ടിനെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഭയങ്കര ഇതല്ല, അതായത് ഒരു അടിച്ചുപൊളി ലൈറ്റ് മൂഡ്, നല്ല എൻജോയ് ചെയ്ത് കേൾക്കാൻ പറ്റും. റിപ്പീറ്റ് തന്നെയാണ്, അതൊരു ഇങ്ങനെ കൂളായിട്ട് ഒരു ഓളം തോണി തുഴയുന്ന പോലെ ഏകദേശം ഇങ്ങനെ പോകുന്ന. അപ്പൊ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത ആ ഒരു സംഭവം എന്തായാലും വന്നു. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഇതിലെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.